നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തെരുവുനായ്ക്കളുടെ ശല്യം അവസാനിപ്പിക്കാൻ അനിമൽ ബർത്ത് കൺട്രോൾ ചട്ടങ്ങളിൽ മാറ്റം അനിവാര്യമെന്ന് മന്ത്രി MP രാജേഷ്. സംസ്ഥാനത്ത് തെരുവുനായ്ക്കളുടെ ആക്രമണം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ സർക്കാർ വിഷയത്തെ ഗൗരവമായാണ് കാണുന്നതെന്നും മന്ത്രി. ABC പ്രോഗ്രാമിന്റെ പരിമിതികൾ തെരുവുനായ്ക്കളുടെ ശല്യം അവസാനിപ്പിക്കാൻ തടസ്സമാകുന്നുണ്ടെന്നും മന്ത്രി. വട്ടിപ്പലിശക്കാർ തഴച്ചു വളരുന്നത് പോലീസിന്റെ ഒത്താശയോടെന്ന് VK ശ്രീകണ്ഠൻ MP. സ്ത്രീകൾ ഉൾപ്പെടെ പരാതി നൽകിയിട്ടും പോലീസ് നടപടി സ്വീകരിക്കുന്നില്ല. തമിഴ്നാട്ടിൽ നിന്നുൾപ്പെടെയുള്ള കൊള്ളപ്പലിശ സംഘങ്ങൾ കേരളത്തിൽ അനധികൃതമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും MP. ഭൂരഹിതരും ഭവനരഹിതരുമില്ലാത്ത കേരളമാണ് സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R. ബിന്ദു. നാഷണൽ സർവീസ് സ്കീം സ്നേഹക്കൂട് ഭവന നിർമ്മാണ പദ്ധതിയിൽ നിർമ്മിച്ച മൂന്നാമത്തെ വീടിന്റെ താക്കോൽ കൈമാറി. സ്നേഹക്കൂട് പദ്ധതി നടപ്പാക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള NSS യൂണിറ്റുകൾ മുൻകൈയെടുത്ത് പൊതുജനങ്ങളുടെ സഹായത്തോടെ. പാലക്കാട്ട് വനിതാ കമ്മീഷൻ സിറ്റിംഗിൽ സ്കൂൾ പാചക തൊഴിലാളികളുടെ പരാതി പ്രവാഹം. വേതനം, ആരോഗ്യ ഇൻഷുറൻസ്, ഉത്സവ ഭത്ത, അമിത ജോലിഭാരം തുടങ്ങിയവ പരാതികളായി. വിദ്യാലയത്തിലെ പാചക തൊഴിലാളികളുടെ വേതനം പരിഷ്കരിക്കേണ്ടത് അനിവാര്യമാണെന്നും പരാതികൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും വനിതാ കമ്മീഷൻ അംഗം VR മഹിളാമണി. 16-കാരിയെ ലൈംഗിക പീഡനത്തിനിരയാക്കിയ 60-കാരൻ അറസ്റ്റിൽ. കുന്നംകുളം പോലീസിന്റെ പിടിയിലായത് തൃശൂർ പെങ്ങാമുക്ക് സ്വദേശി അബൂബക്കർ. വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഓങ്ങല്ലൂരിൽ 16-കാരനെ ആളുമാറി വീട്ടിൽ കയറി മർദ്ദിച്ച സംഭവത്തിൽ സ്ഥലം മാറ്റിയ പട്ടാമ്പി ട്രാഫിക് ASIക്ക് സസ്പെൻഷൻ. ASI ജോയ് തോമസിനെതിരായ പരാതിയിൽ ഡിപ്പാർട്ട്മെന്റ് തല അന്വേഷണവും നടക്കും. അന്വേഷണ വിധേയമായാണ് സസ്പെൻഷൻ എന്ന് അധികൃതർ. വാർത്തകൾ വിശദമായി. തെരുവുനായ്ക്കളുടെ ശല്യം അവസാനിപ്പിക്കാൻ അനിമൽ ബർത്ത് കൺട്രോൾ ചട്ടങ്ങളിൽ മാറ്റം അനിവാര്യമെന്ന് മന്ത്രി MP രാജേഷ്. വാണിയംകുളത്ത് കഴിഞ്ഞ ദിവസമുണ്ടായ തെരുവുനായ ആക്രമണം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. ABC പ്രോഗ്രാമിന് പരിമിതികളുണ്ട്. ലക്ഷക്കണക്കിന് തെരുവുനായ്ക്കളെ പിടികൂടി വന്ധ്യംകരിക്കാനോ വാക്സിനേഷൻ നൽകാനോ കഴിയില്ലെന്നതാണ് പ്രധാന പരിമിതിയെന്നും പ്രശ്നപരിഹാരത്തിനായി സർക്കാർ തലത്തിൽ ആലോചനകൾ പുരോഗമിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഈ ചട്ടം മാറ്റാതെ നമുക്ക് ഫലപ്രദമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ആ ചട്ടം നമ്മളൊന്നിടത്ത് വായിച്ചുകൊണ്ട്, അതായത് ആകെ ചെയ്യാൻ അനുവാദമുള്ളത് വന്ധ്യംകരണമാണ്. വന്ധ്യംകരണം ചെയ്യണമെങ്കിലുള്ള സന്നാഹങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കണം. എയർ കണ്ടീഷൻ, റെഫ്രിജറേറ്റർ, പിന്നെ മറ്റ് ഓപ്പറേഷൻ തിയേറ്റർ, എത്ര വർഷത്തെ പരിചയമുള്ള ഡോക്ടർ തന്നെ വേണം നിർബന്ധം. ഇതൊന്നുമില്ലാത്ത ABC കേന്ദ്രത്തിൽ പ്രവർത്തിക്കാൻ കേരളത്തിൽ കുടുംബശ്രീ നന്നായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 800 ചില്ലാനം ABC കേന്ദ്രങ്ങൾ കൂട്ടിച്ചു ഇതിൻ്റെ പേരിൽ. അപ്പോൾ ഇതാണ് പ്രധാന പ്രശ്നം. അതിൽ മാറ്റം വരുത്താതെ നമുക്ക് ഫലപ്രദമായിട്ട് ചെയ്യാൻ പറ്റും. പട്ടാമ്പി ഓങ്ങല്ലൂരിൽ 16-കാരനെ ആളുമാറി മർദ്ദിച്ച സംഭവത്തിൽ സ്ഥലം മാറ്റം ലഭിച്ച പട്ടാമ്പി ട്രാഫിക് ASI ജോയ് തോമസിന് സസ്പെൻഷൻ. ഓങ്ങല്ലൂർ കാരക്കാട് പാറപ്പുറത്ത് പറമ്പിൽ ത്വാഹ മുഹമ്മദിനെ മർദ്ദിച്ച കേസിലാണ് പോലീസുകാരനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്ത. DYSPയുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം നടത്തിയിരുന്നത്. സംഭവം നടന്ന പിറ്റേ ദിവസം ASIയെ പറമ്പിക്കുളത്തേക്ക് സ്ഥലം മാറ്റിയിരുന്നു. കൂടുതൽ ഡിപ്പാർട്ട്മെന്റ് തല അന്വേഷണവും നടത്തും. വട്ടിപ്പലിശക്കാർ തഴച്ചു വളരുന്നത് പോലീസിന്റെ ഒത്താശയോടെന്ന് VK ശ്രീകണ്ഠൻ MP. ബ്ലേഡ് മാഫിയയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ ചികിത്സയ്ക്കിടെ മരിച്ച കുഴൽമന്ദം സ്വദേശി KSRTC കണ്ടക്ടറായ K. മനോജിന്റെ വീട് സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു MP. സ്ത്രീകൾ ഉൾപ്പെടെ പരാതി നൽകിയിട്ടും പോലീസ് നടപടി സ്വീകരിക്കുന്നില്ലെന്നും MP കുറ്റപ്പെടുത്തി. തൊഴിൽ രഹിതരായവരെയും നിർധനരെയും ചൂഷണം ചെയ്തുകൊണ്ടാണ് ബ്ലേഡ് മാഫിയകൾ ആധിപത്യം സ്ഥാപിക്കുന്നതെന്ന് VK ശ്രീകണ്ഠൻ MP ചൂണ്ടിക്കാട്ടി. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ പരാതി നൽകിയിട്ടും പോലീസ് നടപടികൾ സ്വീകരിക്കുന്നില്ല. ഒരു വിഭാഗം പോലീസ് വട്ടിപ്പലിശക്കാർക്ക് ഒത്താശ ചെയ്യുകയാണ്. മാഫിയകൾ സാധാരണക്കാരായ ആളുകളെ മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് ഉൾപ്പെടെയുള്ള കൊള്ളപ്പലിശ സംഘങ്ങൾ കേരളത്തിൽ അനധികൃതമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് MP പറഞ്ഞു. ഇത്തരം വട്ടിപ്പലിശക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും VK ശ്രീകണ്ഠൻ MP ആവശ്യപ്പെട്ടു. പാലക്കാട് ജില്ലയിൽ പൊതുവെ കൊള്ളപ്പലിശക്കാരുടെ വലിയ തോതിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനം നടക്കുന്നതായിട്ട് അറിഞ്ഞിട്ടുണ്ട്. ജില്ലയിലെ പോലീസ് സംവിധാനം അതിനെല്ലാ ഒത്താശയും ചെയ്തു കൊടുത്ത് മുന്നോട്ട് പോകുകയാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് KSRTCയുടെ ജീവനക്കാരൻ കൂടിയായ ശ്രീ മനോജിൻ്റെ മരണം.
ഈ മരണത്തിന് മുമ്പേ ക്രൂരമായ മർദ്ദനത്തിന് മനോജ് പലതവണ ഇരയായതായിട്ടാണ് അവരുടെ കുടുംബം പറയുന്നത്. മാത്രമല്ല അവരുടെ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന അമ്മയെ ഭീഷണിപ്പെടുത്തുക, അതുപോലെ കൊടുവായൂർ പോയി അവിടെ ഉള്ള സഹോദരിയെയും ഭർത്താവിനെയും ഭീഷണിപ്പെടുത്തുക, കൊല്ലുമെന്നും ഇല്ലാതാക്കുമെന്നുള്ള പലതവണ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഈ കാര്യങ്ങളെക്കുറിച്ച് പോലീസ് ഗൗരവമായി അന്വേഷിക്കേണ്ടതുണ്ട്. DCC പ്രസിഡന്റ് എ തങ്കപ്പൻ, KPCC അംഗം സി പ്രകാശ്, കുഴൽമന്ദം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് IC ബോസ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി നാരായണൻ, മാത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR പ്രസാദ്, ഉദയപ്രകാശ്, പ്രതീഷ് മാധവൻ, എ സുരേന്ദ്രൻ, വി പ്രമോദ് എന്നിവരും MP-ക്കൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഭൂരഹിതരും ഭവനരഹിതരുമില്ലാത്ത കേരളമാണ് സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഇരിങ്ങാലക്കുട കാട്ടുങ്ങച്ചിറയിൽ സ്നേഹക്കൂട് ഭവന നിർമ്മാണ പദ്ധതിയിലെ മൂന്നാമത്തെ വീടിന്റെ താക്കോൽ കൈമാറ്റം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള നാഷണൽ സർവീസ് സ്കീമിന്റെ യൂണിറ്റുകൾ മുൻകൈയെടുത്ത് പൊതുജനങ്ങളുടെ സഹായങ്ങളും സംയോജിപ്പിച്ചാണ് ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ സ്നേഹക്കൂട് പദ്ധതി നടപ്പാക്കുന്നത്. സാങ്കേതികമായ കാരണങ്ങളാൽ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടാതെ പോയ കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കുക എന്നതാണ് സർക്കാരിൻ്റെ ഭാഗമായ മറ്റ് വകുപ്പുകളുടെയും സുമനസ്സുകളുടെയും സന്നദ്ധ സംഘടനകളുടെയും ഉത്തരവാദിത്തമെന്ന് മന്ത്രി പറഞ്ഞു. ഇതിൻ്റെ ഭാഗമായാണ് എല്ലാവർക്കും വീടെന്ന ആശയത്തിൻ്റെ ഭാഗമാകാൻ NSS തീരുമാനിക്കുന്നത്. വിദ്യാർത്ഥികളുടെ സാമൂഹിക പ്രതിബദ്ധതയും സേവന സന്നദ്ധതയും നല്ല രീതിയിൽ വളർത്തിയെടുത്ത് സമൂഹത്തിൻ്റെ പുനർനിർമ്മാണ പ്രക്രിയയിൽ സംഭാവനകൾ നൽകിയ NSSന്റെ പ്രവർത്തനം മാതൃകാപരമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മനുഷ്യരുടെ നന്മ ചേർത്ത് വെച്ചുകൊണ്ട് അതിജീവിക്കാൻ കഴിയുമെന്ന മഹാമാതൃക സൃഷ്ടിച്ചു കൊടുത്ത ഒരു സംസ്ഥാനമാണ് നമ്മൾ. അതുകൊണ്ടാണ് കേരള സംസ്ഥാനവും കേരളീയ സമൂഹവും മുന്നോട്ട് വച്ചിട്ടുള്ള എല്ലാവർക്കും വീട് എന്ന ആശയത്തിന്റെ ഭാഗമാകാൻ NSS തീരുമാനമെടുത്തത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ വിദ്യാർത്ഥികളുടെ സാമൂഹ്യ പ്രതിബദ്ധതയും സേവന താൽപര്യങ്ങളും നല്ല രീതിയിൽ വളർത്തിയെടുത്തുകൊണ്ട് സമൂഹത്തിന്റെ പുനർനിർമ്മാണ പ്രക്രിയയിൽ അനുപമമായിട്ടുള്ള ഒരുപാട് സംഭാവനകൾ നൽകിയ പ്രസ്ഥാനമാണ് നമ്മുടെ NSS. ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീം തൃശൂർ ജില്ലയുടെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുട സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ സഹകരണത്തോടെയാണ് വീട് നിർമ്മിച്ചു നൽകിയത്. ജില്ലയിലെ 116 യൂണിറ്റുകളെ ഏകോപിപ്പിച്ച് നടത്തിയ സ്ക്രാപ്പ് ചാലഞ്ച്, ബിരിയാണി ചാലഞ്ച്, വിവിധ ഉൽപ്പന്ന നിർമ്മാണ വിതരണ ചാലഞ്ചുകൾ തുടങ്ങി വിവിധ മാർഗങ്ങളിലൂടെ സുമനസ്സുകളുടെ സഹായ സഹകരണം കൊണ്ടാണ് തുക സമാഹരിച്ചത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വിദ്യാലയങ്ങളിലെ പാചക തൊഴിലാളികളുടെ വേതനം വർദ്ധിപ്പിക്കേണ്ടതും പരിഷ്കരിക്കേണ്ടതുമാണെന്ന വനിതാ കമ്മീഷൻ. പാലക്കാട്ട് നടന്ന വനിതാ കമ്മീഷൻ സിറ്റിംഗിൽ പാചക തൊഴിലാളികളുടെ പരാതികൾ പരിഗണിക്കേണ്ടതായാണ് വനിതാ കമ്മീഷൻ അംഗം VR മഹിളാമണി ഇക്കാര്യം സൂചിപ്പിച്ചത്. സ്കൂൾ പാചക തൊഴിലാളികളുടെ നിരവധി പരാതികളാണ് കമ്മീഷന് മുൻപിൽ എത്തിയത്. 150 കുട്ടികൾക്ക് ഒരു പാചക തൊഴിലാളി എന്ന നിലയിൽ വിജ്ഞാപനമിറക്കാൻ വനിതാ കമ്മീഷൻ സർക്കാരിനോട് നിർദ്ദേശിക്കണമെന്നായിരുന്നു സിറ്റിംഗിൽ ഉയർന്ന ഒരു ആവശ്യം. നിലവിൽ പ്രതിദിനം 600 രൂപയാണ് ലഭിക്കുന്നത്. ഇതിൽ തന്നെ മാസങ്ങളുടെ കുടിശ്ശിക വരുന്ന സ്ഥിതിയുമുണ്ടായി. 30-40 വർഷം ജോലി ചെയ്ത് വിരമിക്കുന്നവർക്ക് യാതൊരു ആനുകൂല്യവും ലഭിക്കുന്നില്ല. പാചകം ചെയ്യാനായി സഹായിയെ കൂടെ കൂട്ടിയാൽ സ്വന്തം വേതനത്തിൽ നിന്ന് സഹായിക്ക് വേതനം നൽകേണ്ട സ്ഥിതിയാണ്. വേതന വർധനവ്, ആരോഗ്യ ഇൻഷുറൻസ്, ഉത്സവ ഭത്ത, പെൻഷൻ എന്നീ ആവശ്യങ്ങളും പാചക തൊഴിലാളികൾ വനിതാ കമ്മീഷന് മുന്നിൽ വെച്ചു. തൊഴിലാളികളുടെ ആവശ്യം ന്യായമാണെന്നും വിവിധ തലങ്ങളിൽ ഇത് സംബന്ധിച്ച് ചർച്ച നടക്കേണ്ടതുണ്ടെന്നും സിറ്റിംഗിൽ വനിതാ കമ്മീഷൻ അംഗം VR മഹിളാമണി പറഞ്ഞു. പ്രശ്നങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്നും VR മഹിളാമണി അറിയിച്ചു. ഓരോ മാസവും വനിതാ കമ്മീഷന്റെ സിറ്റിംഗുകൾ വയ്ക്കാറുണ്ട്. ഈ സിറ്റിംഗുകൾക്ക് മുൻപായി വനിതാ കമ്മീഷനിലേക്ക് ലഭിക്കുന്ന പരാതികളെയാണ് സിറ്റിംഗുകളിൽ വെച്ചുകൊണ്ട് കേൾക്കുന്നത്. ജില്ലാ നോൺ ഫീഡിംഗ് സൂപ്രണ്ട് VP പ്രിയ, നോൺ മീൽ ഓഫീസർ ഉമാദേവി, വനിതാ കമ്മീഷൻ റിസർച്ച് ഓഫീസർ അർച്ചന, പാചക തൊഴിലാളി സംഘടനാ നേതാക്കൾ തുടങ്ങിയവർ സിറ്റിംഗിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.
വരാനിരിക്കുന്ന ഹരിയാന, ജമ്മു കാശ്മീർ, മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തുമെന്നും ഇതോടെ ദേശീയ രാഷ്ട്രീയത്തിൽ വൻ മാറ്റങ്ങൾ സംഭവിക്കുമെന്നും വി.കെ. ശ്രീകണ്ഠൻ MP. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശേഷം മോദിയുടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണെന്നും MP പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി പട്ടാമ്പി നിയോജക മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ക്യാമ്പ് എക്സിക്യൂട്ടീവ് ഓങ്ങല്ലൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വി.കെ. ശ്രീകണ്ഠൻ. കാരണം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എന്ന് വെച്ചാൽ മിക്കവാറും വേദിയിലുള്ളവരുടെ തെരഞ്ഞെടുപ്പല്ല, സദസ്സിലുള്ളവരുടെ തെരഞ്ഞെടുപ്പാണ്. ഇനി വേദിയിൽ നിന്നും ആരൊക്കെ മത്സരിക്കുന്നു പറയാൻ കഴിയില്ല. അത് ചിലപ്പോൾ സാധ്യതയുണ്ട്. നിങ്ങൾ മത്സരിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി എല്ലാമുള്ള ഒരു അസംബ്ലി നിയോജകമണ്ഡലമാണ് പട്ടാമ്പി നിയോജകമണ്ഡലം. 3 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ മോദി സർക്കാരിനും BJPക്കും കനത്ത പ്രഹരമാണ് ഏൽക്കാൻ പോകുന്നതെന്നും വി.കെ. ശ്രീകണ്ഠൻ MP പറഞ്ഞു. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ UDF ഒറ്റക്കെട്ടായി നേരിടുമെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ ജനവികാരം തദ്ദേശ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി പട്ടാമ്പി നിയോജകമണ്ഡലം കോൺഗ്രസ് ക്യാമ്പ് എക്സിക്യൂട്ടീവ് ഓങ്ങല്ലൂർ കാരക്കാട് റോഡിലുള്ള M² കോംപ്ലക്സിലാണ് സംഘടിപ്പിച്ചത്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. രാമദാസ് അധ്യക്ഷത വഹിച്ചു. ടോമി ജോൺ ക്യാമ്പിൽ ക്ലാസ് എടുത്തു. P. അബ്ദുൽ മുത്തലിബ്, CV ബാലേന്ദ്രൻ, CP മുഹമ്മദ്, കമ്മുകുട്ടി ഇടത്തോൾ, PK ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, C. സംഗീത, റിയാസ് മുക്കോളി, M. രാധാകൃഷ്ണൻ, ET ഉമ്മർ, KR നാരായണസ്വാമി, ജിതേഷ് മോഴിക്കുന്നം തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. മണ്ണൂർ ഗ്രാമപഞ്ചായത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ വ്യാപക ക്രമക്കേടെന്ന് പരാതി. മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് അംഗം VM അൻവർ സാദിഖാണ് പരാതിയുമായി രംഗത്തെത്തിയത്. തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം റോഡുകളുടെ മെറ്റീരിയൽ വർക്കിൽ ടെൻഡർ നടപടികൾ പൂർത്തിയായിട്ടും റോഡുകളുടെ പ്രവൃത്തി ചെയ്യാത്തത് മൂലം 3 വർഷത്തോളമായി 80-ൽ പരം റോഡുകളും കളിക്കളം എന്നിവയും പഞ്ചായത്തിന് നഷ്ടപ്പെടുകയാണെന്ന് അൻവർ സാദിഖ് ആരോപിക്കുന്നു. കൃത്യസമയത്ത് പ്രവൃത്തികൾ നടത്താത്തത് മൂലം പഞ്ചായത്തിന് ലഭിക്കേണ്ട വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സം സൃഷ്ടിച്ച അധികൃതർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് തൊഴിലുറപ്പ് പദ്ധതി മിഷൻ ഡയറക്ടർക്കും പാലക്കാട് ജോയിന്റ് പ്രോഗ്രാം കോർഡിനേറ്റർക്കും പരാതി നൽകിയിട്ടുണ്ടെന്നും നടപടി ഉണ്ടായില്ലെങ്കിൽ ഹൈക്കോടതിയിൽ ഹർജി നൽകുമെന്നും അൻവർ സാദിഖ് പറഞ്ഞു. മണ്ണൂർ പഞ്ചായത്തിൽ 2-3 വർഷത്തോളമായി നിരവധി ഗ്രാമീണ റോഡുകൾ മെറ്റീരിയൽ വർക്കിലൂടെ ഒരു വർഷത്തിൽ ഏതാണ്ട് 28-29 റോഡുകൾ നമുക്ക് ചെയ്യാൻ കഴിയും എന്നിരിക്കെ ഈ 3 വർഷത്തോളമായി 3-4 റോഡുകൾ മാത്രം ചെയ്ത് ജനങ്ങൾക്ക് നഷ്ടം വരുത്തിയിരിക്കുന്നത്. രേഖാമൂലം പഞ്ചായത്ത് ഭരണസമിതിയിൽ കത്ത് കൊടുക്കുകയും ഉടനെ ചെയ്യും എന്ന് പറയുകയും ചെയ്യുകയുണ്ടായി. എന്നാൽ ഒന്നും ചെയ്യാതെ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം മണ്ണൂർ പഞ്ചായത്തിനുണ്ടാക്കിയ അധികാരികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മിഷൻ ഡയറക്ടർ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പബ്ലിക് ഓഫീസ് കോമ്പൗണ്ടിലുള്ള തിരുവനന്തപുരത്ത് പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. 16-കാരിയെ ലൈംഗിക പീഡനത്തിനിരയാക്കിയ സംഭവത്തിൽ 60-കാരൻ അറസ്റ്റിൽ. തൃശൂർ പെങ്ങാമുക്ക് സ്വദേശി അബൂബക്കറാണ് കുന്നംകുളം പോലീസിന്റെ പിടിയിലായത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കുന്നംകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കൂലിപ്പണിക്കാരനായ പ്രതി കുട്ടിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറിയാണ് അതിക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയത്. തുടർന്ന് സംഭവം പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും പറയുന്നു. സംഭവത്തിന് ശേഷം പെൺകുട്ടിയുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നിയ വീട്ടുകാർ അന്വേഷിച്ചപ്പോഴാണ് സംഭവം അറിയുന്നത്. ഇതോടെ കുട്ടിയുടെ ബന്ധുക്കൾ കുന്നംകുളം പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത്. കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ വൈദ്യപരിശോധന നടത്തിയ ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ തൃശൂർ. വാളയാർ ടോൾ പ്ലാസയ്ക്ക് സമീപം പാചകവാതക ടാങ്കറിന് ചോർച്ചയുണ്ടായത് പരിഭ്രാന്തി സൃഷ്ടിച്ചു. അധികൃതരുടെ സമയോചിതമായ ഇടപെടൽ മൂലം വൻ ദുരന്തം ഒഴിവായി. ശനിയാഴ്ച വൈകിട്ട് 6:15 സംഭവം. ഭാരത് പെട്രോളിയം കോർപ്പറേഷന്റെ ഗ്യാസ് ഫില്ലിംഗ് കേന്ദ്രത്തിൽ നിന്ന് സേലത്തേക്ക് പോവുകയായിരുന്ന ബുള്ളറ്റ് ടാങ്കറിനാണ് ചോർച്ചയുണ്ടായത്.
ബുള്ളറ്റ് ടാങ്കറിൽ ചോർച്ചയുണ്ടായതറിഞ്ഞ് കഞ്ചിക്കോട് ഫയർ സ്റ്റേഷനിൽ നിന്ന് ഫയർ യൂണിറ്റ് എത്തി സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി. വാളയാർ പോലീസിന് ഗതാഗതം നിയന്ത്രിക്കാനുള്ള നിർദ്ദേശം നൽകിയിരുന്നു. ടോൾ പ്ലാസയിൽ നിന്ന് ഇരുവശത്തേക്കുമായി ഹൈവേയിൽ 10 കിലോമീറ്റർ ഗതാഗതം തടഞ്ഞു. ഇത്രയും ഭാഗത്ത് വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കുകയും ചെയ്തു. BPCLൽ നിന്നുള്ള സാങ്കേതിക വിദഗ്ധരെത്തി ചോർച്ച അടച്ചതോടെയാണ് അപകടാവസ്ഥ ഒഴിഞ്ഞത്. ഗ്യാസ് ഡിറ്റക്ടറിന്റെ സഹായത്തോടെ ചോർച്ച പൂർണ്ണമായി അടച്ചെന്ന് ഉറപ്പുവരുത്തി വാഹനം ട്രയൽ റൺ നടത്തി 8 മണിയോടെ കഞ്ചിക്കോടുള്ള BPCL പ്ലാന്റിലേക്ക് മാറ്റുകയായിരുന്നു. കഞ്ചിക്കോടിന് പുറമെ പാലക്കാട് നിന്ന് 2 യൂണിറ്റ് ഫയർ എഞ്ചിൻ കൂടി സ്ഥലത്തെത്തിയിരുന്നു. 2 ഫയർ എഞ്ചിനുകൾ മുന്നിലും 1 പിന്നിലുമായാണ് ടാങ്കർ സുരക്ഷിതമായി BPCLലേക്ക് എത്തിച്ചത്. വീണ്ടും വാതക ചോർച്ചയുണ്ടാകാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ട് ടാങ്കറിൽ നിന്ന് ഗ്യാസ് മറ്റൊരു വാഹനത്തിലേക്ക് മാറ്റി. പാലക്കാട് ജില്ലാ ഫയർ ഓഫീസർ T. അനൂപ്, കഞ്ചിക്കോട് സ്റ്റേഷൻ ഓഫീസർ TR രാകേഷ് എന്നിവരും സ്ഥലത്തെത്തി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. KSEBയുടെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന ഊർജ്ജ സംരക്ഷണ പരിപാടിക്ക് പറളി BRCയിൽ തുടക്കമായി. സമഗ്ര ശിക്ഷ കേരളയും പൊതുവിദ്യാഭ്യാസ വകുപ്പും കുസാറ്റും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കരുതാം ഊർജം എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള പരിപാടികളുടെ 1ാം ഘട്ടത്തിനാണ് പറളി BRCയിൽ തുടക്കമായത്. GVHSS പത്തിരിപ്പാല, GHSS മങ്കര, പറളി ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ നിന്നായി 8ാം ക്ലാസ്സിലെ 30ഓളം വിദ്യാർത്ഥികളാണ് ക്ലാസ്സിൽ പങ്കെടുത്തത്. ഊർജ്ജ സംരക്ഷണത്തിന്റെ ആവശ്യകത എന്താണെന്ന ചോദ്യത്തോടു കൂടിയാണ് ക്ലാസ് തുടങ്ങിയത്. ഊർജ്ജ സംരക്ഷണത്തിന്റെ ഭാഗമായുള്ള പാഠഭാഗങ്ങൾക്ക് അനുയോജ്യമായുള്ള കാര്യങ്ങൾക്കാണ് ക്ലാസ്സിൽ പ്രാമുഖ്യം നൽകിയത്. ക്ലാസ്സിനു ശേഷം ഫീൽഡ് തലത്തിൽ സർവേ നടത്തുന്നതിനായി കാര്യങ്ങൾ വ്യക്തമാക്കി നൽകുകയും ചെയ്തു. KSEB പത്രിപ്പാല അസിസ്റ്റന്റ് എഞ്ചിനീയർ പ്രേംകുമാർ ക്ലാസ്സിന് നേതൃത്വം നൽകി. ട്രെയിനർമാരായ നാഗരാജ്, ബ്യൂല എലിസബത്ത്, BRC കോർഡിനേറ്റർ പ്രസീത തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. അഡ്വക്കറ്റ് ക്ലർക്കുമാരുടെ നിയമ പരിജ്ഞാനവും പൊതുബോധവും സാമൂഹിക മാറ്റത്തിനായി ഉപയോഗിക്കണമെന്ന് മന്ത്രി K. കൃഷ്ണൻകുട്ടി പാലക്കാട്ട് KSCA സംസ്ഥാന കൗൺസിൽ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിൽ കേസുകളുടെയും കോടതികളുടെയും എണ്ണം വർദ്ധിക്കുമ്പോഴും ക്ലർക്കുമാരുടെ വേതനം വർദ്ധിക്കുന്നില്ല. ക്ഷേമനിധിയും പെൻഷനും വർദ്ധിപ്പിക്കേണ്ടത് ആവശ്യമാണ്. സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതുന്നതിൽ വെള്ളവും വെളിച്ചവും ഉണ്ടാകുന്നത് സമൂഹത്തിന് ആശ്വാസകരമല്ല. വൈദ്യുതി ഉൽപ്പാദനത്തിനാവശ്യമായ തോറിയം പോലുള്ള മൂലകങ്ങൾ രാജ്യത്ത് ആവശ്യത്തിന് ഉണ്ടെങ്കിലും അവയെല്ലാം അദാനി അംബാനിമാരുടെ കയ്യിലെത്തുകയാണെന്നും മന്ത്രി K. കൃഷ്ണൻകുട്ടി പറഞ്ഞു. ഹൈക്കോടതിയിൽ 1128 ദിവസം, സുപ്രീം കോടതിയിൽ 1995 ദിവസം. സാധാരണക്കാരുടെ നീതി കിട്ടണമെങ്കിൽ 12 വർഷം എന്താ സ്ഥിതി? എന്താ നമ്മുടെ ജുഡീഷ്യറി ജനാധിപത്യത്തിൻ്റെയും സ്ഥിതി അവിടെ എത്തുകയാണ്. ഇതാണ് സ്ഥിതി. പൈസയുള്ളവർക്ക് മാത്രമേ കേസ് നടത്താൻ പറ്റുമെന്നുള്ള സ്ഥിതിയിലെത്തി. സുപ്രീം കോടതിയിൽ വക്കീൽമാരെ KSCA പ്രസിഡന്റ് V. രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കായി അസോസിയേഷൻ ഏർപ്പെടുത്തിയ KP രാമൻ നായർ എൻഡോമെന്റ് മന്ത്രി K. കൃഷ്ണൻകുട്ടിയും MLA K. ശാന്തകുമാരിയും ചേർന്ന് വിതരണം ചെയ്തു. നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് E. കൃഷ്ണദാസ്, ബാർ അസോസിയേഷൻ ഭാരവാഹികളായ അഡ്വക്കേറ്റ് MS. രൂപേഷ്, അഡ്വക്കേറ്റ് ബിജോയ്, സംഘടനാ ഭാരവാഹികളായ M. കൃഷ്ണൻകുട്ടി നായർ, സന്തോഷ് കുമാർ, J. കുമാരൻ, C. ജയരാജൻ, K. ശിവപ്രകാശ്, B. ഗോപാലകൃഷ്ണൻ നായർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാലക്കാട് BMS ജില്ലാ നേതൃയോഗം നടന്നു. സംസ്ഥാന സെക്രട്ടറി സിബി വർഗീസ് ഉദ്ഘാടനം ചെയ്തു. സെപ്റ്റംബർ 17-ന് വിശ്വകർമ്മ ജയന്തി വിപുലമായ പരിപാടികളോടെ ദേശീയ തൊഴിലാളി ദിനമായി ആഘോഷിക്കാൻ യോഗം ആഹ്വാനം ചെയ്തു. ഭാരതീയ സാംസ്കാരിക പാരമ്പര്യത്തിൽ അടിയുറച്ച് അധ്വാനം ആരാധനയാണെന്ന മുദ്രാവാക്യം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ഭാരതീയ മസ്ദൂർ സംഘം അതിൻ്റെ സ്ഥാപനകാലം മുതൽ വിശ്വകർമ്മ ജയന്തി ദിനമാണ് ദേശീയ തൊഴിലാളി ദിനമായി ആഘോഷിക്കുന്നതെന്ന് നേതൃയോഗം ഉദ്ഘാടനം ചെയ്ത BMS സംസ്ഥാന സെക്രട്ടറി സിബി വർഗീസ് പറഞ്ഞു. വരും കാലങ്ങളിലെ ഭാരതീയ മസ്ദൂർ സംഘത്തിൻ്റെ പ്രവർത്തനം പാലക്കാട് ജില്ലയിൽ കൂടുതൽ കരുത്തോടെ നമുക്ക് മുമ്പോട്ട് പോകുവാൻ പ്രേരണ ആകുന്ന തരത്തിൽ വളരെ ഭംഗിയായി ഒരു വർഷക്കാലം നമ്മൾ നിരന്തരമായി നടത്തിയ ഒരു പ്രവർത്തനത്തിൻ്റെ പരിസമാപ്തി പോലെ നമ്മൾ സംസ്ഥാന സമ്മേളനത്തെ വരവേറ്റുകൊണ്ടാണ് നമ്മുടെ ഈ 2024
ജില്ലാ പ്രസിഡന്റ് സലീം തെന്നിലാപുരം അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ട്രഷറർ സി ബാലചന്ദ്രൻ, സെക്രട്ടറി വി രാജേഷ്, സംഘടനാ സെക്രട്ടറി കെ മഹേഷ്, ജില്ലാ സെക്രട്ടറി കെ രാജേഷ്, ട്രഷറർ എസ് ശരത്ത്, വൈസ് പ്രസിഡന്റുമാരായ വി ശിവദാസ്, കെ ഹരിദാസ്, ജോയിന്റ് സെക്രട്ടറിമാരായ പി കെ ബൈജു, ശശി ചോറോട്ടൂർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഓൾ കേരള പ്രൈവറ്റ് ബാങ്കേഴ്സ് പട്ടാമ്പി ഒറ്റപ്പാലം താലൂക്ക് വാർഷിക സമ്മേളനവും ഭരണസമിതി തെരഞ്ഞെടുപ്പും പട്ടാമ്പിയിൽ നടന്നു. ജില്ലാ പ്രസിഡന്റ് മോഹൻ പള്ളിക്കാട് ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള പ്രൈവറ്റ് ബാങ്കേഴ്സ് അസോസിയേഷൻ പട്ടാമ്പി ഒറ്റപ്പാലം താലൂക്ക് വാർഷിക സമ്മേളനവും ഭരണസമിതി തെരഞ്ഞെടുപ്പുമാണ് ഞായറാഴ്ച പട്ടാമ്പി തെക്കുമുറി എലഗന്റ് പ്ലാസ ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചത്. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് മോഹനൻ പള്ളിക്കാട് ഉദ്ഘാടനം ചെയ്തു. അത് പരാതിയില്ല. നമ്മളൊരു കൂട്ടായ്മയോടുകൂടെ ഒരു AKPB ഒരു സംഘടനയാണത്. ഇവിടെ വേണ്ടത് വളരെ സഹകരണത്തോടും വളരെ സ്നേഹത്തോടും എല്ലാവരും കാണുമ്പോൾ ചിരിക്കുന്ന ഒരു സ്വഭാവം ആണ് നമുക്ക് വേണ്ടത്. പരസ്പരം പഴിചാരുക, കുറ്റം പറയുക, പരാതികൾ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുക, വാട്സപ്പിലാണെങ്കിലും വ്യക്തിപരമായിട്ടും ഫോൺ വിളിച്ചിട്ടും അങ്ങനെയുള്ള കംപ്ലൈന്റുകൾ ഒഴിവാക്കിക്കൊണ്ട് നല്ലൊരു പ്രവൃത്തി കാഴ്ചവെക്കണമെന്നാണ് എൻ്റെ നിങ്ങളോട് അപേക്ഷിക്കാനുള്ളത്. അസോസിയേഷൻ താലൂക്ക് പ്രസിഡന്റ് പങ്കജാക്ഷൻ അധ്യക്ഷത വഹിച്ചു. എം ചന്ദ്രൻ, പി റിജിൽ, എൽ കുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഭരണസമിതി തെരഞ്ഞെടുപ്പും നടന്നു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. തൃശൂർ അരിമ്പൂരിൽ നിർമ്മാണ തൊഴിലാളിയായി എത്തിയ ഒരു ബംഗാളിയുണ്ട്. തൊഴിലിനൊപ്പം ശരീര സൗന്ദര്യം സംരക്ഷിച്ച മിസ്റ്റർ തൃശൂർ, മിസ്റ്റർ കേരള പട്ടം വരെ നേടിയ ആളാണ് കക്ഷി. വെസ്റ്റ് ബംഗാൾ സ്വദേശിയായ സാമ്രാട്ട് ഘോഷ് എന്ന 20-കാരനെ പരിചയപ്പെടാം. ഒപ്പം ഒരു കാര്യം കൂടി പറയട്ടെ, മിസ്റ്റർ കേരളയും ബംഗാളിയായി എന്ന് വിലപിക്കേണ്ട. മലയാള മണ്ണിനെ സ്നേഹിക്കുന്ന സാമ്രാട്ടിന് തുടർന്നുള്ള കാലം അരിമ്പൂരിൽ മലയാളിയായി ജീവിക്കാനാണ് ഇഷ്ടം. അരി വിളയുന്ന നാട് എന്നറിയപ്പെടുന്ന അരിപുരത്തിൻ്റെ ഇപ്പോഴത്തെ പേരാണ് അരിമ്പൂർ. ഈ നാട്ടിലേക്ക് 5 വർഷം മുമ്പ് കെട്ടിടം പണികൾക്കായി എത്തിയതാണ് വെസ്റ്റ് ബംഗാളിലെ മുർഷിദാബാദ് സ്വദേശിയായ സാമ്രാട്ട് ഘോഷ്. കുന്നത്തങ്ങാടിയിലെ വാട്ടർ ടാങ്കിന് സമീപമാണ് താമസം. ജോലിക്കിടയിൽ ശരീര സൗന്ദര്യം സംരക്ഷിക്കാനും യുവാവ് കഠിന ശ്രമം നടത്തി. പ്രദേശത്തുള്ള ജിമ്മിൽ ചേർന്നു. ട്രെയിനർ അഖിലിന്റെ നേതൃത്വത്തിൽ ചിട്ടയായ പരിശീലനം. ജോലി സമയത്തെ ഇടവേളകൾ ഇതിനായി ഉപയോഗിച്ചു. കാപ്പ അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടന്ന ബോഡി ബിൽഡിംഗ് മത്സരത്തിൽ 65 കിലോ സബ് ജൂനിയർ വിഭാഗത്തിൽ അന്യസംസ്ഥാനക്കാരനായ സാമ്രാട്ട് ഘോഷ് മിസ്റ്റർ തൃശൂർ, മിസ്റ്റർ കേരള പട്ടവും കരസ്ഥമാക്കി. പരിശീലനത്തിനിടയിലും മേസ്തിരിയായി നിർമ്മാണം നടക്കുന്ന കെട്ടിടങ്ങളിൽ സാമ്രാട്ട് പണിക്ക് പോകുന്നുണ്ട്. സ്വന്തം നാട്ടിൽ 300 രൂപയും ഇവിടെ 1000 രൂപയുമാണ് കൂലിയെന്ന് സാമ്രാട്ട് പറഞ്ഞു. മാന്യമായ ശമ്പളം സമ്പാദ്യമാക്കിയും ശരീര സൗന്ദര്യം സംരക്ഷിച്ച് അംഗീകാരം നേടിയും മനം നിറഞ്ഞു നിൽക്കുന്ന സാമ്രാട്ട് ഘോഷിന് സ്വദേശത്തേക്ക് മടങ്ങാൻ ഇനി താൽപ്പര്യമില്ല. മലയാള മണ്ണ് തന്നെ ചേർത്തു പിടിച്ചെന്നും ഇവിടം വിട്ട് മടങ്ങാൻ ഉദ്ദേശമില്ലെന്നുമാണ് യുവാവിന്റെ മറുപടി. സമ്രാട്ട് കേരളത്തിൽ വന്നത് 5 വർഷമായി. പിന്നെ ടേപ്പ് പണികൾ, മേസൺ പണി ചെയ്യും. മാക്സിമം 8 മണി ടു 9 മണി പോകും. ഇതിനിടെ സൗത്ത് ഇന്ത്യയിൽ നടന്ന സബ് ജൂനിയർ ബോഡി ബിൽഡിംഗ് മത്സരത്തിൽ സെക്കൻഡ് റണ്ണറപ്പും സാമ്രാട്ടിനെ തേടിയെത്തി. ഇപ്പോൾ മിസ്റ്റർ ഇന്ത്യ മത്സരത്തിൽ പങ്കെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് യുവാവ്. അതിനുള്ള പരിശീലനവും തുടങ്ങിക്കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഒറ്റപ്പാലം ചന്ദ്രമ്മ മാധവൻ നായർ ട്രസ്റ്റ് നിർധനർക്ക് നൽകുന്ന വീടുകളുടെ നിർമ്മാണ പ്രവർത്തനത്തിന് തുടക്കം. 5 വർഷം കൊണ്ട് 50 കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകാനാണ് ട്രസ്റ്റിന്റെ തീരുമാനം. 10 വീടുകൾ ആദ്യഘട്ടത്തിൽ നിർമ്മിക്കും. നിർമ്മാണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം മനുശ്ശേരിയിൽ മന്ത്രി MB രാജേഷ് നിർവഹിച്ചു. അന്ന് 10 ലക്ഷം രൂപയുടെ ചെക്കാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അദ്ദേഹം കൈമാറിയത്. ഒപ്പം 5 പേർ അല്ലേ, 5 പേർക്ക് അർഹരായ ആളുകളെ സർക്കാർ
കണ്ടെത്തുന്ന 5 പേർക്ക് വീടും അവിടെ വെച്ചു കൊടുക്കാം എന്ന വാഗ്ദാനവും അദ്ദേഹം നൽകിയിരുന്നു. ഇത് ആദ്യത്തേതല്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഈ പദ്ധതി ആദ്യത്തേതല്ല. ധാരാളം ജീവകാരുണ്യ പ്രവർത്തനങ്ങളും പ്രയാസമനുഭവിക്കുന്നവരെ സഹായിക്കാനുള്ള ഇടപെടലുകളും അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നു. ചടങ്ങിൽ ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റി ഊട്ടുകുളം പമ്പാവാസൻ നായർ അധ്യക്ഷത വഹിച്ചു. ആദ്യഘട്ടത്തിൽ 10 വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് തുടങ്ങിയത്. ഇതിന്റെ സമ്മതപത്രവും മന്ത്രി കൈമാറി. മന്ത്രി AK ശശീന്ദ്രൻ, VK ശ്രീകണ്ഠൻ MP, PP സുനീർ MP, P മമ്മിക്കുട്ടി MLA, PK കൃഷ്ണദാസ്, സംവിധായകൻ ലാൽ ജോസ്, അഡ്വക്കേറ്റ് PT നരേന്ദ്രമേനോൻ, കലാനായർ, ഡോക്ടർ നമ്രത പമ്പാവാസൻ, വിഘ്നേഷ് പമ്പാവാസൻ എന്നിവർ സംസാരിച്ചു. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിലായാണ് 50 വീടുകൾ നിർമ്മിക്കുക. വ്യവസായിയായ മനിശ്ശേരി സ്വദേശി പമ്പാവാസൻ ഊട്ടുകളം രക്ഷിതാക്കളുടെ സ്മരണാർത്ഥം 10 വർഷം മുമ്പ് രൂപം നൽകിയതാണ് CMN ട്രസ്റ്റ്. ഇതിനു കീഴിലാണ് നിർധന കുടുംബങ്ങൾക്ക് വീടുകൾ നിർമ്മിച്ചു നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വയനാട്ടിലെ ദുരിതബാധിതർക്ക് കൈത്താങ്ങായി AIYF. AIYFന്റെ ഭവന നിർമ്മാണ പദ്ധതിയുടെ ധനശേഖരണാർത്ഥം മണ്ണൂരിൽ പായസ ചലഞ്ച് നടത്തി. പായസ ചലഞ്ചിന്റെ ഭാഗമായി 1400ഓളം കുടുംബാംഗങ്ങൾക്കാണ് പായസം വിതരണം ചെയ്തത്. ഇതിലൂടെ ലഭിക്കുന്ന തുക ഭവന നിർമ്മാണ പദ്ധതിക്കായി കൈമാറും. സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം 10 കുടുംബങ്ങൾക്ക് 5 സെന്റ് ഭൂമിയും വീടും വെച്ചു കൊടുക്കാൻ തീരുമാനിച്ചതിന്റെ ഭാഗമായി മണ്ണൂർ മേഖലാ കമ്മിറ്റി അതിന്റെ ധനശേഖരണാർത്ഥം പാലട ചലഞ്ചിലൂടെ അതിലേക്കുള്ള പണം സ്വരൂപിക്കാൻ വേണ്ടി തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ ഇവിടെ പാലട ചലഞ്ച് നടത്തുന്നത്. കൺവീനർ പിഞ്ചു, ചെയർമാൻ തങ്കപ്പൻ, PR രാജേഷ്, M ജയകൃഷ്ണൻ, KV ബാബു, സുനീർ, ഷൗക്കത്ത് അമീൻ, ഷൗക്കത്ത്, വിജയൻ, വാസുദേവൻ, മണി പറയങ്കാട് തുടങ്ങിയവർ നേതൃത്വം നൽകി. മണ്ണൂരിലെ AIYF സംഘടിപ്പിച്ച പായസ ചാലഞ്ച് ആണ് ഇവിടെ നടക്കുന്നത്. എന്തായാലും ഞങ്ങൾ 1400ഓളം കുടുംബങ്ങളിൽ നിന്നായി അതിൻ്റെ ഓർഡർ സ്വീകരിക്കുകയും ഇന്നത് മുഴുവൻ സപ്ലൈ ചെയ്യുകയും അത് നിന്നും കിട്ടുന്ന ലാഭവിഹിതം പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന വീട് വയ്ക്കുന്നതിന് ആവശ്യമായ. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂർ പരുത്തിപ്ര ഗവൺമെന്റ് UP സ്കൂളിൽ 1972-74 ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു. പൂർവ്വ വിദ്യാർത്ഥി സദാശിവന്റെ അധ്യക്ഷതയിലായിരുന്നു സംഗമം. രാവിലെ 9 മണിക്കാണ് സംഗമം ആരംഭിച്ചത്. മുൻ അധ്യാപകരായ പരമേശ്വരൻ, ലീല, സുലോചന, ലക്ഷ്മിക്കുട്ടി എന്നിവരെയും പ്രധാനാധ്യാപിക ഉഷയെയും പൊന്നാടയണിയിച്ച് ആദരിച്ചു. 42ഓളം പൂർവ്വ വിദ്യാർത്ഥികൾ പങ്കെടുത്തു. വിവിധ കലാപരിപാടികളും ഉണ്ടായി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പാലക്കാട് താലൂക്ക് NSS യൂണിയൻ ചട്ടമ്പി സ്വാമി ജയന്തി ആഘോഷിച്ചു. അനുസ്മരണ സമ്മേളനം താലൂക്ക് NSS യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK മേനോൻ നിർവഹിച്ചു. ചട്ടമ്പിസ്വാമി ജയന്തിയോടനുബന്ധിച്ച് ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടന്നു. യൂണിയൻ സെക്രട്ടറി N കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. ഭാരവാഹികളായ T മണികണ്ഠൻ, മോഹൻദാസ് പാലാട്ട്, R ശ്രീകുമാർ, P സന്തോഷ് കുമാർ, U നാരായണൻകുട്ടി, M ഉണ്ണികൃഷ്ണൻ, C കരുണാകരനുണ്ണി, V രാജ്മോഹൻ, R ബാബു സുരേഷ്, A അജി, K ശിവാനന്ദൻ, C വിപിനചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. അങ്ങനെ കേരളമെമ്പാടും യാത്ര ചെയ്ത് കേരളീയ നവോത്ഥാനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയ വ്യക്തിത്വം. ഭാരതത്തിന്റെ ആധ്യാത്മിക സ്രോതസ്സിലുടമയായ സ്വാമി വിവേകാനന്ദൻ അദ്ദേഹം ഭാരതത്തിൽ സന്ദർശനം നടത്തിയ കാലഘട്ടത്തിൽ കേരളത്തിലെത്തിയപ്പോൾ അദ്ദേഹം ഭാരതത്തിലുള്ള ഋഷിവരന്മാരോടൊക്കെ ചോദിച്ചൊരു ചോദ്യം കേരളത്തിലെത്തിയ ശ്രീ ചട്ടമ്പിസ്വാമികളോട് ചോദിച്ചു. ചിന്മുദ്രയുടെ അർത്ഥം എന്ത്? എവിടെ നിന്ന് കിട്ടാതിരുന്ന ആ ഉത്തരം വിവേകാനന്ദൻ ലഭിച്ചത് ശ്രീ ചട്ടമ്പിസ്വാമികളുടെ നാവിൽ നിന്നാണ്. താലൂക്ക് യൂണിയന്റെ 70ാം വാർഷികത്തിന്റെ ഭാഗമായി സംഘടനയെ അറിയുവാനും കരയോഗത്തെ അറിയുവാനും എന്ന സന്ദേശവുമായി കരയോഗങ്ങൾ സന്ദർശിക്കുന്നതിന് യോഗം തീരുമാനിച്ചു. കൈകോർക്കാം ഒരു കൈത്താങ്ങായി എന്ന കാരുണ്യ പദ്ധതിയുടെ ഭാഗമായി ഡയാലിസിസ് കിറ്റ് വിതരണവും ചികിത്സാ സഹായ വിതരണവും നടന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ പ്രസവിച്ച ഉത്തരേന്ത്യൻ യുവതിയുടെ പ്രസവമെടുത്ത വടക്കാഞ്ചേരി പുല്ലാനിക്കാട് സ്വദേശിനി സുഹ്റാബിയെ ആദരിച്ചു. വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ആദരം. റെയിൽവേയിൽ ശുചീകരണ തൊഴിലാളിയായിരുന്ന സുഹ്റാബിയെ 60 വയസ്സായപ്പോൾ പിരിച്ചുവിട്ടു. അതിനുശേഷം താൽക്കാലിക ജീവനക്കാരിയായി തുടരുകയായിരുന്നു. 16 വർഷമായി തളർന്നു കിടക്കുന്ന ഭർത്താവും സുഹ്റാബിയും മാത്രമാണ് പുല്ലാനിക്കാട്ടെ വാടക കെട്ടിടത്തിൽ താമസം. ഇവരുടെ 3 പെൺമക്കളെയും വിവാഹം കഴിച്ചയച്ചു. തളർന്നു കിടക്കുന്ന ഭർത്താവിനെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ് സുഹ്റാബി റെയിൽവേയിൽ താൽക്കാലിക ക്ലീനിംഗ് ജോലിക്ക് പോകുന്നത്. ഇത് 2ാം തവണയാണ്
സുഹറാബി റെയിൽവേ സ്റ്റേഷനിൽ പ്രസവമെടുക്കുന്നത്. മരിക്കുന്നതിനു മുമ്പ് ചെറിയ സ്ഥലവും വീടും സ്വന്തമാക്കണം എന്നതാണ് ഇവരുടെ ഏക സ്വപ്നം. എൻ്റെ ആരോ പറഞ്ഞ ഭാഗ്യദോഷമാവും. ഞാൻ മംഗലത്തിൽ ഇരുന്നിട്ട് ഈ പറഞ്ഞ പോലെ എൻ്റെ വീട് പോവാതിരിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ ചക്കുപറമ്പ് ചന്ദ്രേൻ്റെയും കുട്ടേൻ്റെയും വീട്ടിൽ കഴുകുമ്പോൾ വരെ കോണി വെച്ചിട്ടിട്ട് കുരുമുളക് വരെ വലിച്ച് ജീവിച്ചിട്ടുണ്ട് എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ജീവിച്ചോളാം ഞാൻ. ഇപ്പം ഈ അവസ്ഥയിൽ ഇപ്പോഴും എനിക്ക് ദൈവ ആരോഗ്യം തന്നെ ഉണ്ടല്ലോ എന്നുള്ള ഒരൊറ്റ പ്രാർത്ഥന എനിക്കുള്ളൂ. വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ബിജു ഇസ്മായിലിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ആദരിക്കൽ ചടങ്ങിൽ DCC ജനറൽ സെക്രട്ടറി K. അജിത് കുമാർ, ഡിവിഷൻ കൗൺസിലർ ജിജി സാംസൺ, ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിമാർ തുടങ്ങിയവർ പങ്കെടുത്തു. സുഹറാബി കേരളത്തിൻ്റെ മുഴുവൻ ശ്രദ്ധ പിടിച്ചു പറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം, ഇന്നൊരു സാധാരണ രീതിയിൽ ഒരു പ്രസവം എന്ന് പറയുമ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ എത്രമാത്രം ശ്രദ്ധിച്ചും ഒക്കെയാണ് ഹോസ്പിറ്റലൊക്കെ ഒരാഴ്ച മുമ്പ് അഡ്മിറ്റ് ചെയ്ത് വേണ്ട സൗകര്യങ്ങൾ കൊടുത്തിട്ടൊക്കെയാണ് നമ്മുടെ നാട്ടിലിപ്പോൾ ഒരു പ്രസവം നടക്കുന്നത്. പക്ഷേ സുഹറാബിയെ സംബന്ധിച്ചിടത്തോളം റെയിൽവേ സ്റ്റേഷനിൽ തന്നെ 2 സ്ത്രീകളുടെ പ്രസവം എടുക്കാൻ അവസരമുണ്ടായ ആളാണ്. അവസരമുണ്ടായി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അതിന് നിർബന്ധിതമായി തീർന്നതാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഭക്തിസാന്ദ്രമായി മുള്ളൂർക്കര തിരുവാണിക്കാവ് ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹ പാരായണം 3-ാം ദിവസവും നിരവധി ഭക്തജനങ്ങളാണ് പാരായണം കേൾക്കാനായി ക്ഷേത്രത്തിൽ എത്തിയത്. പ്രദേശത്തെ വീട്ടമ്മമാരുടെ കൂട്ടായ്മയിൽ രൂപം കൊണ്ട മാതൃസംഘത്തിന്റെ നേതൃത്വത്തിലാണ് ഭാഗവത സപ്താഹ പാരായണം നടന്നത്. വരും ദിവസങ്ങളിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ടെന്ന് ഭാരവാഹികളായ സുഭദ്ര, തങ്കം നായർ, മീനാക്ഷി തുടങ്ങിയവർ പറഞ്ഞു. സപ്താഹം പ്രമാണിച്ച് നടത്തുന്ന ഒരു പരിപാടിയാണിത്. ഇത് തുടങ്ങിയിട്ട് 3 ദിവസങ്ങളായി. അതായത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് ഭക്ഷണം വരുന്നവർക്ക് കൊടുക്കണമെന്ന് താല്പര്യമുണ്ടായിരുന്നു. അത് സാധിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞങ്ങൾ വായിക്കുന്നവർക്ക് മാത്രം ആണ് ഭക്ഷണം ഇപ്പോൾ കൊടുക്കുന്നത്. ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി കണയം ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ ഗോപൂജ നടന്നു. കണയം ശ്രീകാളിന്തി ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിലാണ് വിശേഷ ചടങ്ങുകൾ സംഘടിപ്പിച്ചത്. പുണ്യമീ മണ്ണ് പവിത്രമീ ജന്മം എന്ന സന്ദേശവുമായാണ് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി കണയം ശ്രീകാളിന്തി ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ വിശേഷ ചടങ്ങുകൾ സംഘടിപ്പിച്ചത്. മേൽശാന്തി കോമടത്തിലത്ത് കേശവ ശർമ്മ കാർമ്മികത്വം വഹിച്ചു. വിശേഷ പൂജകളും ഗോപൂജയുമുണ്ടായി. കാളിന്തി ബാലഗോകുലം രക്ഷാധികാരി ജയകൃഷ്ണൻ കാവുങ്ങൽ, ഭഗിനി പ്രമുഖ് ശീതൾ, ബാലമിത്രം ഹരിഗോവിന്ദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കണയം ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് K. പരമേശ്വരൻ മാസ്റ്റർ, വൈസ് പ്രസിഡന്റ് A. രാഘവൻ നായർ, സെക്രട്ടറി C. കൃഷ്ണദാസ്, ട്രഷറർ A. ശ്രീനാരായണൻ, P. രാവുണ്ണി, P. ഉണ്ണികൃഷ്ണൻ, K. രാമദാസൻ, K. ഉണ്ണികൃഷ്ണൻ, രാജേഷ് വെള്ളോത്ത് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. രോഗമറിഞ്ഞ് മരുന്നു നൽകിയാൽ മനുഷ്യന്റെ മാത്രമല്ല മരത്തിന്റെ അസുഖവും മാറും. തൃശൂർ വടക്കുംനാഥ ക്ഷേത്രം ശ്രീമൂലസ്ഥാനത്തെ ആൽമര മുത്തശ്ശിയുടെ ജീവൻ കൃത്യമായ ചികിത്സയിലൂടെ വീണ്ടെടുത്തിരിക്കുന്നത്. ഒരു ഘട്ടത്തിൽ വെട്ടിമാറ്റാൻ തീരുമാനിച്ച മരത്തിലിപ്പോൾ പ്രത്യാശയുടെ തളിരിലകളാണ്. ഇല കൊഴിഞ്ഞ് എപ്പോൾ വേണമെങ്കിലും ഒടിഞ്ഞു വീഴാവുന്ന നിലയിലായിരുന്നു പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ള ആൽമുത്തശ്ശി. ഇതോടെ ക്ഷേത്രം അധികൃതർ ആൽ മുറിച്ചു മാറ്റാൻ തീരുമാനിച്ചു. മരത്തിന്റെ വലിയ ശിഖരങ്ങൾ മുറിച്ചിറക്കി. ഇതിനിടയിൽ ഒരു ചെറിയ തളിർ നാമ്പിട്ടു. ഇതോടെ ക്ഷേത്രം അധികൃതരും KFRIയിലെ ശാസ്ത്രജ്ഞരും ചേർന്ന് ആൽമുത്തശ്ശിക്ക് ചികിത്സ തുടങ്ങി. KFRIന്ന് ആൾക്കാരെ വിളിച്ചു കൊണ്ടു. അവരൊന്ന് നോക്കിയപ്പോൾ ഈ ആലിനെ നമുക്ക് പുനരുജ്ജീവിപ്പിക്കാമെന്ന് പറഞ്ഞു.
അപ്പോൾ അവരുടെ ട്രീറ്റ്മെൻറ്റിൽ ഇതിൻ്റെ തലയിൽ തൊട്ട് തന്നെ ശരിക്കും നമുക്ക് ചെറുപ്പത്തിൽ എണ്ണ ട്രീറ്റ്മെൻറ്റ് പോലെ ഈ നെറിയിൽ തളം വെക്കുന്ന പോലെ ആലിന് മരുന്നുകളൊക്കെ കൊടുത്തു. കഴിഞ്ഞ കൊല്ലം വളർന്നു വന്നു, ഇക്കൊല്ലം വളരെ നല്ലോണം വന്നു, നല്ല പുതുനാമ്പുകളൊക്കെ വരുന്നുണ്ട്. അടുത്ത തൃശ്ശൂർ പൂരമാകുമ്പോഴേക്കും 163ാമത്തെ പൂരമാകുമ്പോഴേക്കും ഈ ആല് ശരിക്കും ഒരു സുന്ദരക്കുട്ടപ്പനായിട്ട് വരും. കൃത്യമായ ഇടവേളകളിലുള്ള ചികിത്സയിൽ കർക്കിടകപ്പെയ്ത്ത് ഒഴിഞ്ഞതോടെ തളിർനാമ്പുകളുടെ ശോഭയിൽ യൗവനം വീണ്ടെടുക്കാനുള്ള തിരക്കിലാണ് ഇപ്പോൾ ആൽമരം. ആൽമരത്തിൻ്റെ അന്നത്തെ അവസ്ഥ കണ്ട് സങ്കടപ്പെട്ടവർ യൗവനം വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്ന ആൽമരം കണ്ട് ഇപ്പോൾ സന്തോഷിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. ചെറുതുരുത്തി അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ യുവജന സംഘടനയായ മജ്ലിസ് ഖുദ്ദാമുൽ അഹമ്മദിയയുടെയും ബാലജന സംഘടനയായ മജ്ലിഫ് അത്ഫാലുൽ അഹമ്മദിയയുടെയും പാലക്കാട് തൃശൂർ ജില്ലാ സംഗമം നടന്നു. സംഗമം ജില്ലാ അമീർ എച്ച് സുലൈമാൻ ഉദ്ഘാടനം ചെയ്തു. അങ്ങനെയുള്ള ആ സൃഷ്ടികർത്താവിനെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് പ്രവാചകന്മാർ ഭൂമിയിലേക്ക് വന്നിട്ടുള്ളത്. ഓരോ കാലത്തും ഓരോ ദേശത്തും വിവിധ സ്ഥലങ്ങളിൽ പ്രവാചകന്മാർ എഴുന്നേൽപ്പിക്കപ്പെട്ടു. അവരോട് അല്ലാഹു സംസാരിച്ചു, ദൈവം സംസാരിച്ചു. ആ സംഭാഷണങ്ങളിലൂടെ അവർ ദൈവം ഉണ്ട് എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടുകൂടി നമുക്ക് പറഞ്ഞു തന്നു, ഇതിൻ്റെ സൃഷ്ടികർത്താവുണ്ട്. ആ സൃഷ്ടികർത്താവാണ് നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ളത്. ആ സൃഷ്ടികർത്താവിനെ തൃപ്തിപ്പെടുത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ന് ആ പ്രവാചകന്മാർ നമുക്ക് പഠിപ്പിച്ചു. പാഞ്ഞാൾ വല്ലങ്ങിപ്പാറ മസ്ജിദ് ഹാദിൽ വെച്ച് നടന്ന പരിപാടിയിൽ ജില്ലാ ഗൈഡ് എം റിഷാദ് സാഹിബ് അധ്യക്ഷനായി. ജില്ലാ മുബല്ലിഗ് ഇൻചാർജ് മൗലവി ഖമറുദ്ദീൻ മുഖ്യപ്രഭാഷണം നടത്തി. മജ്ലിസ് അൻസാറുല്ലാഹ് ജില്ലാ അധ്യക്ഷൻ ഹബീബുല്ലാഹ്, ചേലക്കര ജമാഅത്ത് പ്രസിഡന്റ് സുബൈർ അഹമ്മദ് തുടങ്ങിയവർ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. സംഘടനയുടെ 2023-24 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് ജില്ലാ സെക്രട്ടറി താരിഖ് അവതരിപ്പിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ മത്സരങ്ങളും നടന്നു. മത്സര വിജയികൾക്ക് സമാപന യോഗത്തിൽ സമ്മാനങ്ങൾ നൽകി ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. തെരുവുനായ്ക്കളുടെ ശല്യം അവസാനിപ്പിക്കാൻ അനിമൽ ബർത്ത് കൺട്രോൾ ചട്ടങ്ങളിൽ മാറ്റം അനിവാര്യമെന്ന് മന്ത്രി എം പി രാജേഷ്. സംസ്ഥാനത്ത് തെരുവുനായ്ക്കളുടെ ആക്രമണം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ സർക്കാർ വിഷയത്തെ ഗൗരവമായാണ് കാണുന്നതെന്നും മന്ത്രി. ABC പ്രോഗ്രാമിന്റെ പരിമിതികൾ തെരുവുനായ്ക്കളുടെ ശല്യം അവസാനിപ്പിക്കാൻ തടസ്സമാകുന്നുണ്ടെന്നും മന്ത്രി. വട്ടിപ്പലിശക്കാർ തഴച്ചു വളരുന്നത് പോലീസിന്റെ ഒത്താശയോടെന്ന് VK ശ്രീകണ്ഠൻ MP. സ്ത്രീകൾ ഉൾപ്പെടെ പരാതി നൽകിയിട്ടും പോലീസ് നടപടി സ്വീകരിക്കുന്നില്ല. തമിഴ്നാട്ടിൽ നിന്നുൾപ്പെടെയുള്ള കൊള്ളപ്പലിശ സംഘങ്ങൾ കേരളത്തിൽ അനധികൃതമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും MP. ഭൂരഹിതരും ഭവനരഹിതരുമില്ലാത്ത കേരളമാണ് സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R ബിന്ദു. നാഷണൽ സർവീസ് സ്കീം സ്നേഹക്കൂട് ഭവന നിർമ്മാണ പദ്ധതിയിൽ നിർമ്മിച്ച 3ാമത്തെ വീടിന്റെ താക്കോൽ കൈമാറി. സ്നേഹക്കൂട് പദ്ധതി നടപ്പാക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള NSS യൂണിറ്റുകൾ മുൻകൈയെടുത്ത് പൊതുജനങ്ങളുടെ സഹായത്തോടെ. പാലക്കാട്ട് വനിതാ കമ്മീഷൻ സിറ്റിംഗിൽ സ്കൂൾ പാചക തൊഴിലാളികളുടെ പരാതി പ്രവാഹം. വേതനം, ആരോഗ്യ ഇൻഷുറൻസ്, ഉത്സവ ഭത്ത, അമിത ജോലിഭാരം തുടങ്ങിയവ പരാതികളായി. വിദ്യാലയത്തിലെ പാചക തൊഴിലാളികളുടെ വേതനം പരിഷ്കരിക്കേണ്ടത് അനിവാര്യമാണെന്നും പരാതികൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും വനിതാ കമ്മീഷൻ അംഗം VR മഹിളാമണി. 16-കാരിയെ ലൈംഗിക പീഡനത്തിനിരയാക്കിയ 60-കാരൻ അറസ്റ്റിൽ. കുന്നംകുളം പോലീസിന്റെ പിടിയിലായത് തൃശൂർ പെങ്ങാമുക്ക് സ്വദേശി അബൂബക്കർ. വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഓങ്ങല്ലൂരിൽ 16-കാരനെ ആളുമാറി വീട്ടിൽ കയറി മർദ്ദിച്ച സംഭവത്തിൽ സ്ഥലം മാറ്റിയ പട്ടാമ്പി ട്രാഫിക് ASIക്ക് സസ്പെൻഷൻ. ASI ജോയ് തോമസിനെതിരായ പരാതിയിൽ ഡിപ്പാർട്ട്മെന്റ് തല അന്വേഷണവും നടക്കും. അന്വേഷണ വിധേയമായാണ് സസ്പെൻഷൻ എന്ന് അധികൃതർ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.